മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം. 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. കഷ്ടതയിലൂടെ കടന്നു പോകുന്നതായ ദൈവമക്കളോട് അവർക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ മഹത്വം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കുവാനും ആ കഷ്ടതയുടെ മധ്യത്തിൽ കർത്താവിൽ നിലനിൽപ്പാനുമാണ് ആഹ്വാനം ചെയ്യുന്നത്. ഈ 10-ാം വാക്യത്തിൽ ഈ കഷ്ടതയുടെ മധ്യത്തിൽ അവർക്ക് ലഭിച്ച കൃപയാലുള്ള രക്ഷയുടെ മഹത്വം പത്രോസ് അപ്പോസ്തലൻ അവർക്ക് വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ, ഈ രക്ഷ അത് ഒരു ആകസ്മികമായ കാര്യമല്ല, പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല. പിന്നെയോ പഴയ നിയമത്തിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൃപയെക്കുറിച്ച്, ഈ രക്ഷയെക്കുറിച്ച് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് 10-11 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ രക്ഷ എത്ര ശ്രേഷ്ഠമാണ് എന്ന് ഇവിടെ ഒന്നും മനസ്സിലാക്കാൻ കഴിയും. ഇത് ദൈവം പഴയ നിയമത്തിൽ തന്നെ കുറച്ചുകൂടെ പുറകെ പോയാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം മുൻ നിയമിച്ചവരായ ആളുകൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയാണ്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയ രക്ഷയായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ കാര്യമാണ് അവർക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു മൂലം ഒരുക്കിയിരിക്കുന്ന ഈ അനുഗ്രഹീതമായ രക്ഷ. അഥവാ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുമ്പോൾ പാപത്തെ ഓർത്ത് അനുതപിച്ച് പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നതിൽ ജീവിക്കുന്ന ഈ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ മനുഷ്യൻ ലഭിക്കുന്ന രക്ഷ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. കാരണം ഈ രക്ഷയിലൂടെയാണ് ദൈവം തൻ്റെ പുത്രൻ്റെ മണവാട്ടിയായ സഭയെ സൃഷ്ടിക്കുന്നത്. അഥവാ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇത് ദൈവം പഴയ നിയമത്തിൽ തൻ്റെ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് തൻ്റെ പ്രവചന പുസ്തകങ്ങളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനത്തിലും മറ്റ് പ്രവാചകന്മാരുടെ പുസ്തകത്തിലും ദൈവം അന്ത്യകാലത്ത് തൻ്റെ പുത്രനിലൂടെ ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. മാത്രമല്ല, ഈ പ്രവചനങ്ങളിലൂടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹീതമായ സത്യം ഇതിൻ്റെ ശ്രേഷ്ഠതയാണ്. പഴയ നിയമ പ്രവാചകന്മാർ ഈ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം അവർ തന്നെ ഈ പ്രവചനങ്ങൾ പഠിക്കുവാൻ ഇടയായി. അവർ ഈ രക്ഷയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിച്ചു. ഈ രക്ഷ ആർക്കാണ് ലഭിക്കാൻ പോകുന്നത്, ഈ രക്ഷ മൂലമുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് അവർ കൂടുതൽ പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ അവർ വിശ്വസിച്ചത് നമുക്കറിയാം. അവരും
വ്യക്തിപരമായി കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസം മൂലമാണ് ഈ പ്രവാചകന്മാരും രക്ഷിക്കപ്പെട്ടത്. അവരർപ്പിച്ചതായ യാഗങ്ങൾ എല്ലാം ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ മുൻകുറിയാണ്. ആ നിലയിൽ അവർ ആ യാഗത്തിലൂടെ രക്ഷിക്കപ്പെട്ടവരാണ്. അവരിങ്ങനെ പരിശ്രമിച്ചു നോക്കി അവരുടെ എഴുത്തുകളിലൂടെ ഈ രക്ഷയുടെ മഹത്വം മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് ഇതിൻ്റെ കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മരണം, ആ മരണത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ മനുഷ്യവർഗത്തിൽ ലഭിക്കാൻ പോകുന്ന ആ രക്ഷയുടെ മഹത്വം പൂർണ്ണമായിട്ട് അവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. പഴയ നിയമത്തിൽ അവരെല്ലാം പ്രവചിച്ചു. നമ്മൾ സംഖ്യാപുസ്തകം 24 അധ്യായം 17 വാക്യം വായിക്കുമ്പോൾ അവിടെ ബിലിയാമ ഒരു നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ നക്ഷത്രം ഇസ്രായേലിൽ ഉദിക്കാൻ പോകുന്ന നക്ഷത്രമായിട്ട് കർത്താവിനെ കുറിച്ചുള്ള പ്രവചനം അവിടെയുണ്ട്. പക്ഷേ ബിലിയാമിന് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എബ്രായ ലേഖനം 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 13, 33, 40 വാക്യങ്ങൾ വരുമ്പോൾ അവരെല്ലാവരും ദൂരത്തു നിന്ന് ഇത് കണ്ട് ഈ ലോകത്ത് നിന്ന് വിശ്വാസത്താൽ മരിച്ചു. അവർ ദൈവത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ വരുവാൻ പോകുന്ന രക്ഷയെക്കുറിച്ചുള്ള പ്രവചന ദൃഷ്ടിയാ കണ്ട് അതിൻ്റെ പൂർത്തീകരണം കാണാതെ ഈ ലോകം വിട്ടു മാറ്റപ്പെട്ടു. അവർ വിശ്വാസത്താൽ അത് കാണുകയും വിശ്വാസത്താൽ മരിക്കുകയും ചെയ്തു. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഏറ്റവും നല്ലതിനെ മുന്നൊരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എബ്രായർ 11 അധ്യായം ലേഖനകാരൻ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ രക്ഷയെക്കുറിച്ച് അവരാരാഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ കൃപയെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് എന്നിവിടെ കാണുന്നുണ്ട്. ഈ കൃപ, ഈ രക്ഷ ദൈവത്തിൻ്റെ ആ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലും ദൈവം കൃപാലുവാണ്, ദൈവം എപ്പോഴും കൃപ കാണിക്കുന്നവനാണ് എന്ന് നമ്മൾ പുറപ്പാട് 33:19 കാണുവാൻ സാധിക്കും. യോഹന്നാൻ 4:2 കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവം കൃപയാലുവാണ് എന്ന് പഴയ നിയമത്തിൽ വെളിപ്പെടുന്നെങ്കിലും പഴയ നിയമത്തിൽ വെളിപ്പെട്ടതിനേക്കാൾ വലിയ കൃപയുടെ വ്യാപാരം സംഭവിക്കാൻ പോകുന്നു എന്ന് പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചു. അവർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അനേക വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. യെശയ്യാവ് 45:20-25, യെശയ്യാവ് 52:14, 55:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, 61:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ പഴയ നിയമത്തിലും ദൈവത്തിൻ്റെ കൃപ കാണുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുടെ അത്യന്തധനം വെളിപ്പെടുത്തിയ ആ രക്ഷ പുതിയ നിയമത്തിൽ വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ എത്രയോ ശ്രേഷ്ഠമാണ്. പഴയ നിയമ പ്രവാചകന്മാർക്കൊക്കെ ആരാഞ്ഞു നോക്കിയിട്ടും അവർ അതിൻ്റെ മഹത്വം കണ്ടിട്ട് തങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അവർക്ക് ലഭിക്കാൻ കഴിയാതെ വലിയ രക്ഷ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ രക്ഷയുടെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ ജീവിതകാലം കഴിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.